ഇന്ന് കോഴിക്കോട് വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് ബേപ്പൂര് പോകാനായിട്ടാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് ബേപ്പൂര് വരെ ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് എടുക്കും കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുന്നതാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ സ്പീഡ് ബോട്ടാണ് കേട്ടോ ഓപ്റ്റ് ചെയ്തത്. പെർ പേഴ്സണ് 200 റുപ്പീസ് വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല തിരക്കുണ്ടായേ, ബോട്ടൊക്കെ പറഞ്ഞ നേരം കൊണ്ട് ഫില്ലായി. സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ടുള്ള ലൈഫ് ജാക്കറ്റ് എല്ലാം ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്തിട്ടു. ഞങ്ങൾ എവിടെ പോയാലും ബോട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിംഗ് കേട്ടോ പറയാറ്. ഹൗസ് ബോട്ടും പെഡൽ ബോട്ടും ഒന്നും ഇപ്പൊ താല്പര്യമില്ല കേട്ടോ. 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഹൗസ് ബോട്ടും വേറെ ഒന്ന് സ്പീഡ് ബോട്ടും. പിന്നെ ഒന്നും നോക്കാനില്ല, സ്പീഡ് ബോട്ടിന്റെ ടിക്കറ്റ് തന്നെ അങ്ങോട്ട് എടുത്തു. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ആയി. നമ്മുടെ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നേ. നല്ല കലക്കനായിട്ടാണ് കേട്ടോ ഡ്രിഫ്റ്റ് ചെയ്യണ്ടായിരുന്നത്. ഹാർഡ്ലി ഒരു 7 to 10 മിനിറ്റ്സിന്റെ റൈഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നല്ല ഹാപ്പി ആൻഡ് റിലാക്സിങ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഈ ചേട്ടൻ്റെ ഇടയ്ക്കിടയ്ക്കത്തെ ബോട്ട് ഡ്രിഫ്റ്റിംഗ് അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതിന്റെ മാക്സിമം പുള്ളിക്കാരൻ ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. എന്തോ കാര്യമായിട്ട് ഇവരിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ആരോട് ചോദിച്ചപ്പോഴാണ് ഇവിടെ അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാൻ നല്ല അടിപൊളിയാന്നാണ് പറഞ്ഞത്. അന്നാ പിന്നെ അങ്ങോട്ട് പോകാന്നാണ് വിചാരിച്ചു. സമയം ഒരു 5:30-6 മണി ആവാറായിട്ടോ. ആൾക്കാർ പതുക്കെ പതുക്കെ കൂടി തുടങ്ങി. സാൻഡിക്കുട്ടി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കണ്ട മാതിരി തന്നെ ഇവിടെ കുറേ അധികം ഇതുപോലത്തെ ഷോപ്സുകൾ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം കഴിക്കാൻ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഉപ്പുമാങ്ങ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഈ സൺസെറ്റും ബീച്ചും കണ്ട് ആസ്വദിക്കാൻ എന്തൊരു സുഖാന്നറിയോ. നമ്മുടെ ഈ ബിസി ലൈഫ് ഒന്ന് മറക്കാനും നമ്മളൊന്ന് കാമാക്കി റിലാക്സ് ആക്കാനും ഈ ബീച്ചസിന് പറ്റൂലേ. ഈ പാലത്തിൽ കൂടെ നടക്കാനായിട്ട് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ഈ പാലത്തിൽ കൂടെ വാക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് കുറെ പേര് വീക്കെൻഡ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും. എന്തായാലും മൊത്തത്തിൽ ഇവിടെ നല്ല തിരക്കാണ്. നമ്മൾ എന്തായാലും ബീച്ചിൽ കളിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നടക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഒരു ഷോർട്ട് കട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ ചാടി വേഗം ബീച്ചിലെത്തി. കടലൊക്കെ കുറേ നേരം ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയി തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. ഐറ്റംസിന് വേണ്ടി എന്തായാലും ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവിടെ വന്ന് ഞാൻ കഴിച്ചത് കല്ലുമ്മക്കായ മാത്രം കേട്ടോ. എനിക്ക് അത് ഭയങ്കരമായിട്ടാണ് ഇഷ്ടമായി. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ കല്ലുമ്മക്കായ ഇരിക്കുന്നത്. കടലമാവും അരിപ്പൊടിയൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അത്. ഇവിടെ കുറേ അധികം സ്നാക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കല്ലുമ്മക്കായാണ് കഴിച്ചത്. പരിപ്പൊടി ഉഴുന്നുപൊടിയൊക്കെ നമ്മുടെ അവിടെയാണെങ്കിലും കഴിക്കാമല്ലോ. ഈ കല്ലുമ്മക്കായ നമ്മൾ കൊച്ചിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഈ ഐറ്റം അങ്ങോട്ട് പൊളിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് തട്ടി ഇനി അങ്ങ് നടക്കാന്ന് വിചാരിച്ചു കേട്ടോ.
രാത്രി ആയിപ്പിക്കും ഈ പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിറച്ച ആൾക്കാരായിട്ടോ. ഒത്തിരി ആൾക്കാർ ഇതിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തുകാർക്ക് എന്തായാലും വീക്കെൻഡിന് ചില്ല് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടാണ്. എനിക്ക് ശരിക്കും അവർ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിന്റെ അറ്റെത്തുമ്പോഴേക്കും നമ്മൾ നടന്ന് വയ്യാണ്ടാവും കേട്ടോ. ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ട ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു ആവേശത്തിന് അറ്റം വരെ പോകണമെന്ന് പറഞ്ഞ് നടന്നതാണ്. ഈ തിരിച്ചു വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നടത്തും തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോടിലെ ഡേ 2 നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പോയി. എന്തായാലും ഇന്ന് പോണ ദിവസമാണല്ലോ, അതിനേക്കാൾ മുമ്പ് ബീച്ചിലൊക്കെ ഒന്ന് പോയി കളിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചു. ഡേ 1 നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാൻ പോയത് രാത്രിയായിരുന്നില്ലേ, അപ്പൊ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാൻഡിമോളിൽ ചെന്നതും ബീച്ചിൽ അങ്ങനെ കളി തുടങ്ങി കേട്ടോ. ബീച്ചിൽ ഈവനിങ് കാലത്ത് ഉച്ചയ്ക്കൊന്നും ഇല്ല കേട്ടോ. എപ്പം നോക്കിയാലും ആൾക്കാരുണ്ട്. അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ച് നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഹോട്ടലിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കോഴിക്കോട് അടിപൊളി ഫുഡ് കിട്ടുന്ന പാരഗൺ ഹോട്ടലിലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാൽ പിന്നെ അവിടെ തന്നെ കയറാന്ന് അവിടെ വിചാരിച്ചു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിട്ടോ. ദൈവമേ, അവിടുത്തെ തിരക്ക് കാണണമായിരുന്നു. ക്യൂ എന്ന് പറഞ്ഞാൽ പോരാ, അകത്തും പുറത്തും എല്ലായിടത്തും തിരക്ക് തന്നെ. ഒത്തിരി പേര് വെയിറ്റ് ചെയ്ത് അകത്തേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് പോയ സ്പീഡിൽ അതേപോലെ തന്നെ തിരിച്ച് പുറത്തേക്കും വരുന്നുണ്ട്. ഞങ്ങൾ 2ാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇച്ചിരി മടിയാണ് നമുക്ക്. നമ്മൾ ഓട്ടോ എടുത്ത് വേഗം തന്നെ സദ്ദർ ഹോട്ടലിലേക്ക് വിട്ടു കേട്ടോ. പാരഗന്റെ അവിടെ വെച്ച അടുത്തൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഇതിന്റെ തിരക്ക് പെട്ടെന്ന് എങ്ങാനും തീരുമെന്ന്. ചുരുങ്ങിയത് ഒരു 30 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ സദ്ദാർ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത്, ഒറ്റ മനുഷ്യ കുഞ്ഞില്ലേ, മനുഷ്യരും ഇവിടെ ആരുമില്ല. കൊച്ചിയിലാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ അടുക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. സത്യം, നമ്മുടെ കൊച്ചി സദ്ദർ ഹോട്ടലിലാണെങ്കിൽ നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല കേട്ടോ, അത്ര തിരക്കാണ്. ഇവിടുത്തെ ആൾക്കാർ കംപ്ലീറ്റ് പാരഗണിൽ പോയി കഴിക്കാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ച് തിരക്കും ബഹളത്തിൽ കഴിക്കുന്നേക്കാളും ഇഷ്ടം കുറച്ച് റിലാക്സ് ആയിട്ട് കഴിക്കുന്നതാണ്. സദ്ദർ വന്നു കഴിഞ്ഞാൽ പിന്നെ മന്തി അല്ലാണ്ട് പിന്നെ എന്ത് പറയാനല്ലേ. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു സൂപ്പ് പറഞ്ഞു, അതിനുശേഷം ഒരു ചിക്കൻ അൽഫാം മന്തി പറഞ്ഞു, പിന്നെ ഒരു അൽഫാമും പറഞ്ഞു കേട്ടോ. ആസ് യൂഷ്വൽ ഇവിടുത്തെ ഫുഡിന്റെ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് നിറയും കേട്ടോ. ഹാഫ് മന്തി ആയിട്ടോ നമ്മൾ പറഞ്ഞത്, പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഇവിടെ. അങ്ങനെ നല്ല വിശന്നിരിക്കുകയാണ്, എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. മന്തി ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ആസ് യൂഷ്വൽ സദ്ദാറിന്റെ നല്ല സൂപ്പർ മന്തിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കാരണം കൊണ്ട് തന്നെ മന്തിയൊക്കെ കുറേ നാളായി കഴിച്ചിട്ട്, അപ്പോൾ ഈ മന്തിയുടെ ടേസ്റ്റ് അങ്ങനെ കൂടും കേട്ടോ. മാത്രമല്ല കേട്ടോ, മന്തി അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ സ്വീറ്റ് ആയിട്ട് പറഞ്ഞത് കുനാഫയാണ് കേട്ടോ. അവിടെ ചീസ് കുനാഫ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അവർ തന്ന ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് സെറ്റാക്കി കേട്ടോ. കുനാഫ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ, കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രം കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഴിക്കുന്ന കുനാഫ ഒക്കെ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം അടിപൊളിയായിട്ട് ഒരു ചീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ടേസ്റ്റ് അങ്ങ് പോരായിരുന്നു. സദ്ദാറായപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂടുതൽ പ്രതീക്ഷിച്ചു പോയി കേട്ടോ, പക്ഷെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. സാൻഡിമോൾക്ക് ഏതെങ്കിലും സ്വീറ്റ് ആയാൽ മതിയേ, അവൾക്കത് ഇഷ്ടാവും. അവളാണ് കേട്ടോ അതെല്ലാം ഫിനിഷ് ആക്കിയത്. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി കേട്ടോ. 3 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. കോഴിക്കോട് ശരിക്കും അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ ആൻഡ് ടേക്ക് കെയർ.